പ്രതിഭ ക്യൂസ് പാർട്ട് 2 പാർട്ട് 1 ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കാണാത്തവർ കാണുക. ഗ്രീൻ ഹൈഡ്രജൻ സർട്ടിഫിക്കേഷൻ സ്കീം ഓഫ് ഇന്ത്യ ആരംഭിച്ച മന്ത്രാലയം? ഉത്തരം പുനരുപയോഗ ഊർജ മന്ത്രാലയം. ധാന്യങ്ങൾ ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ATM പ്രവർത്തനം ആരംഭിച്ചത്? ഉത്തരം ഒഡീഷ. രാജ്യത്തെ ഏറ്റവും മികച്ച മറൈൻ ജില്ലയ്ക്കുള്ള പുരസ്കാരം നേടിയത്? ഉത്തരം കൊല്ലം. ഏതൊക്കെ 2 മന്ത്രാലയങ്ങളാണ് നമസ്തേ പദ്ധതി സംയുക്തമായി ആരംഭിച്ചത്? ഉത്തരം സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം, ഭവന നഗരകാര്യ മന്ത്രാലയം. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന സന്ദേശം നൽകിയത്? ഉത്തരം സഹോദരൻ അയ്യപ്പൻ. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ സ്ഥാനം ലഭിച്ച ആദ്യ മലയാളി ആര്? ഉത്തരം മിന്നുമണി. ദേശീയ ബഹിരാകാശ ദിനം എന്നാണ്? ഉത്തരം ഓഗസ്റ്റ് 23. സസ്യങ്ങളുടെ അടുക്കള എന്നറിയപ്പെടുന്നത്? ഉത്തരം ഇല. മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഉത്തരം ഇടുക്കി ജില്ലയിൽ. ശ്രവണ വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്കായി ആരംഭിച്ച ആംഗ്യഭാഷയിലുള്ള ചാനൽ? ഉത്തരം PME വിദ്യ DTH. ഇന്ത്യയിൽ ആദ്യമായി ലഹരിവേട്ടയ്ക്ക് നിർമ്മിത ബുദ്ധി സംവിധാനം ഉപയോഗിക്കുന്ന സംസ്ഥാനം? ഉത്തരം കേരളം. കേരള നിയമസഭയിൽ ആദ്യമായി വിശ്വാസ പ്രമേയം അവതരിപ്പിച്ച മുഖ്യമന്ത്രി? ഉത്തരം C. അച്യുതമേനോൻ. ഏറ്റവും കൂടുതൽ തവണ ഒരേ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്ത വ്യക്തി? ഉത്തരം KM മാണി, പാലാ മണ്ഡലം. കേരളത്തിലെ ആദ്യത്തെ കൂട്ടുകക്ഷി മന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകിയതാരാണ്? ഉത്തരം പട്ടം താണുപിള്ള. കേരള നിയമസഭയിൽ ഏറ്റവും കുറച്ചു കാലം അംഗമായിരുന്ന വ്യക്തി? ഉത്തരം C. ഹരിദാസ്, 10 ദിവസം മാത്രം. 1 ടൺ എത്ര കിലോഗ്രാമാണ്? ഉത്തരം 1000 കിലോഗ്രാം. കേരളത്തിലെ 2ാമത്തെ മുഖ്യമന്ത്രി ആര്? ഉത്തരം പട്ടം താണുപിള്ള. പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക്? ഉത്തരം ഓപ്പറേഷൻ സിന്ദൂർ. ഗൂഗിളിൻ്റെ AI കേന്ദ്രീകൃത ബ്രാൻഡിങ്ങിന് പ്രതിഫലിപ്പിക്കുന്ന പുതിയ G ലോഗോ പരിഷ്കരിച്ചത്? ഉത്തരം 2025 മെയ്യിൽ. കാലാവധി പൂർത്തിയായ ആദ്യ മുഖ്യമന്ത്രി ആര്? ഉത്തരം C. അച്യുതമേനോൻ. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡന്റ്? ലോക മാതൃദിനമായി ആചരിക്കുന്നത് എന്ന്? ഉത്തരം മെയ് മാസത്തിലെ 2ാമത്തെ ഞായറാഴ്ച. കാശ്മീർ നിരീക്ഷണത്തിനായി ഉപയോഗിക്കുന്ന ഇന്ത്യയുടെ ഉപഗ്രഹം? ഉത്തരം റിസാറ്റ് 1B. ലക്ഷദ്വീപിൽ സംസാരിക്കുന്ന ഭാഷ ഏത്? ഉത്തരം മലയാളം. ആരുടെ ജന്മദിനമാണ് അധ്യാപക ദിനമായി ആചരിക്കുന്നത്? ഉത്തരം ഡോക്ടർ S. രാധാകൃഷ്ണൻ. 2028 ഒളിമ്പിക്സ് ആതിഥേയം വഹിക്കുന്ന രാജ്യം? ഉത്തരം ലോസ് ഏഞ്ചലസ്. MLA, MP, സ്പീക്കർ, മന്ത്രി, ഉപമുഖ്യമന്ത്രി, മുഖ്യമന്ത്രി എന്നീ സ്ഥാനങ്ങൾ വഹിച്ച ഏക കേരളീയൻ? ഉത്തരം മുഹമ്മദ് കോയ. കൈറ്റ് സ്ഥാപിച്ച മന്ത്രിയുടെ പേര്? ഉത്തരം ET മുഹമ്മദ് ബഷീർ. കേരളത്തിൽ ആർക്കാണ് അവസാനമായി ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്? ഉത്തരം അക്കിത്തം അച്യുതൻ നമ്പൂതിരി.
കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ജോസഫ് മുണ്ടശ്ശേരിയാണ്. എന്നാൽ കേരള ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മന്ത്രിസഭകളിൽ വിദ്യാഭ്യാസ മന്ത്രിയായ വ്യക്തി ആര്? ഉത്തരം CH മുഹമ്മദ് കോയ. പൃഥ്വിരാജിൻ്റെ ആടുജീവിതം എന്ന സിനിമ രചിച്ചതാര്? ഉത്തരം ബെന്യാമിൻ. കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് ആരാണ്? മുഹമ്മദ് അബ്ദുൾ റഹിമാൻ സാഹിബ്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? ഉത്തരം ക്വിറ്റ് ഇന്ത്യ സമരം. നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന ഒരു വിറ്റാമിനായ ആസിഡ് ഏതാണ്? ഉത്തരം ആസ്കോർബിക്. ഇന്ത്യ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം രാജാറാം മോഹൻ റോയ്. ജ്ഞാനപീഠം നേടിയ ആദ്യ വനിത? ഉത്തരം പൂർണ്ണ ദേവി. പ്രാഥമിക വർണ്ണങ്ങൾ ഏതെല്ലാം? ഉത്തരം പച്ച, നീല, ചുമപ്പ്. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ ഏതാണ്? ഉത്തരം കുന്തിപ്പുഴ. 1924 നടന്ന വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാര്? ഉത്തരം TK മാധവൻ. സുതാര്യ കേരളം പദ്ധതി നടപ്പിലാക്കിയ കേരള മുഖ്യമന്ത്രി? ഉത്തരം ഉമ്മൻചാണ്ടി. 1924 നടന്ന വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാരാണ്? ഉത്തരം KP കേശവമേനോൻ, K കേളപ്പൻ, TK മാധവൻ. മനുഷ്യ ശരീരത്തിലെ ശാരീരിക ഊഷ്മാവ് എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്? ഉത്തരം 37. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററി? ഉത്തരം ടച്ചിങ് ദ സോൾ. കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? ഉത്തരം ജോസഫ് മുണ്ടശ്ശേരി. ഉമ്മൻചാണ്ടിയുടെ പ്രധാന കൃതികൾ? ഉത്തരം ചങ്ങല ഒരുങ്ങുന്നു കേരളത്തിൻ്റെ ഗുൽസാരി, പോരാട്ടത്തിൻ്റെ ദിനരാത്രങ്ങൾ. രാജ്യസഭാ ഉപാധ്യക്ഷനായ രണ്ടാമത്തെ മലയാളി? ഉത്തരം PJ കുര്യൻ. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ച വർഷം? ഉത്തരം 1920. രാജ്ഭവന് പുറത്തുവച്ച് അധികാരമേറ്റ ആദ്യ മുഖ്യമന്ത്രി? ഉത്തരം VS അച്യുതാനന്ദൻ. കേരളത്തിൻ്റെ തനത് നൃത്തരൂപം ഏത്? ഉത്തരം മോഹിനിയാട്ടം. CH മുഹമ്മദ് കോയയുടെ പ്രധാന കൃതികൾ? ഉത്തരം ഞാൻ കണ്ട മലേഷ്യ, ലിയാഖത്ത് അലി ഖാൻ, എൻ്റെ ഹജ്ജ് യാത്രകൾ. സമ്പൂർണ്ണ ഡിജിറ്റൽ വൽക്കരണത്തിലേക്ക് ഒരുങ്ങുന്ന കേരളത്തിലെ വിമാനത്താവളം? ഉത്തരം കൊച്ചി വിമാനത്താവളം. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആദ്യ മലയാളി ആര്? ഉത്തരം VR കൃഷ്ണയ്യർ. ലോകാരോഗ്യ സംഘടനയുടെ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ പദ്ധതി? ഉത്തരം ബന്ധു ക്ലിനിക് പദ്ധതി. ഓട്ടിസം, ഡൗൺ സിൻഡ്രോം ബാധിതർ വീട്ടിൽ നിന്ന് ഇറങ്ങി വഴി തെറ്റിയാൽ സുരക്ഷിതമായി തിരിച്ചെത്താനുള്ള ഇലക്ട്രോണിക് ഉപകരണം? ഉത്തരം കവച്. 51 ഭാഷകളിൽ സംസാരിക്കുന്ന AI അധിഷ്ഠിത അധ്യാപകയെ നിർമ്മിച്ച കേരളത്തിലെ വിദ്യാലയം? ഉത്തരം കോട്ടൂർ AKMHS മലപ്പുറം. താങ്ക്സ് ഫോർ വാച്ചിങ്.